ബ്രേക്കിംഗ് ന്യൂസ് പുറത്തുവരികയാണ്. തിരുവനന്തപുരം കാട്ടാക്കടയിലെ റബ്ബർ തോട്ടത്തിൽ പേരൂർക്കട സ്വദേശി മായാമുരളി ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ഓട്ടോ ഡ്രൈവർ കുടപ്പനക്കുന്ന് സ്വദേശിയും 31-കാരനുമായ രഞ്ജിത്ത് പിടിയിലായിരിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. മായയുടെ കൊലപാതകം നടന്ന് 2 ആഴ്ചയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ മായയ്ക്കൊപ്പം താമസിച്ചിരുന്ന രഞ്ജിത്തിനെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ കമ്പത്ത് നിന്നാണ് ഇയാൾ പിടിയിലായിരിക്കുന്നത്. പോലീസ് ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ച് 2 ആഴ്ച പിന്നിടുന്നു. പ്രതിക്കായി നാടൊട്ടുക്കം തിരച്ചിൽ നടത്തിയപ്പോൾ പ്രതി തമിഴ്നാട്ടിലെ ഒളിവ് സങ്കേതത്തിലായിരുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. തിരുവനന്തപുരം കാട്ടാക്കട മുതിയാവിളയിൽ കാവുവിളയിൽ വാടകയ്ക്കായിരുന്നു ഇരുവരും താമസിച്ചിരുന്നത്. വീടിനടുത്തുള്ള റബ്ബർ തോട്ടത്തിലാണ് ഇക്കഴിഞ്ഞ മെയ് 9-ാം തീയതി രാവിലെ മായാമുരളിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. അന്നു മുതൽ തന്നെ രഞ്ജിത്ത് ഒളിവിലായിരുന്നു എന്നാണ് വിവരങ്ങൾ. രഞ്ജിത്ത് പല സ്ഥലത്തും വേഷം മാറി സഞ്ചരിച്ചെന്നും ഓട്ടോകളിൽ കാശ് കൊടുക്കാതെ യാത്ര ചെയ്തെന്നും മാത്രമല്ല തുണിക്കടയിൽ ചെന്ന് തുണി വാങ്ങിച്ച് കാശ് കൊടുക്കാതെ തട്ടിപ്പ് നടത്തിയെന്നുമുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് തമിഴ്നാട്ടിൽ പോയി രഞ്ജിത്തിനെ പിടികൂടിയിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. അതായത് രഞ്ജിത്ത് ഓടിച്ചിരുന്ന ഓട്ടോയും മൊബൈൽ ഫോണും ഒക്കെ ഉപേക്ഷിച്ചതിന് പിന്നാലെയായിരുന്നു ഈ കൊലപാതകത്തിന് ശേഷം രഞ്ജിത്ത് നാടുവിട്ടത്. എന്നാൽ ഒളിവിൽ പോയ രഞ്ജിത്തിനെ കൊടപ്പനക്കുന്ന് മെഡിക്കൽ കോളേജ്, പേരൂർക്കട, നെയ്യാറ്റിൻകര തുടങ്ങിയ പല സ്ഥലങ്ങളിലും കണ്ടതായിട്ടുള്ള CCTV ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭിച്ചിരുന്നു. ഇയാൾ ജില്ല വിട്ടു പോയിട്ടില്ല എന്നും ഉടൻ പിടിയിലാകുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. യുവതി കൊല്ലപ്പെട്ട് 2 ആഴ്ചയോളമായിട്ടും ഇയാളെ പിടികൂടാത്തതിൽ വിവിധയിടങ്ങളിൽ നിന്ന് പ്രതിഷേധമടക്കമുണ്ടായിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയുടെ കമ്പം തേനി പ്രദേശത്തെ ഒളിയിടത്തിൽ നിന്നാണ് രഞ്ജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തെന്നാണ് വിവരങ്ങൾ. അതേസമയം 1 വർഷം മുൻപാണ് മായാമുരളിയുടെ അച്ഛന്റെ ഓട്ടോറിക്ഷ ഓടിക്കാനായി കുട്ടപ്പായി എന്ന രഞ്ജിത്ത് പേരൂർക്കട എത്തുന്നത്. തുടർന്ന് ഭർത്താവ് മരിച്ച മായയുമായി ഇയാൾ അടുപ്പത്തിലാവുകയും 8 മാസങ്ങൾക്ക് മുൻപ് ഇവർ ഒരുമിച്ച് ജീവിതം ആരംഭിക്കുകയുമായിരുന്നു. അന്നു മുതൽ ഇയാൾ മായയെ അതിക്രൂരമായി മർദ്ദിക്കാറുണ്ടെന്ന് തന്നെയാണ് ബന്ധുക്കൾ പറയുന്നത്. ഒരുമിച്ച് പലയിടങ്ങളിൽ താമസിച്ചതിന് പിന്നാലെ 2 മാസം മുൻപ് ഇവർ കാട്ടാക്കട മുതിയാവിളയിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. കസ്റ്റഡിയിലെടുത്ത രഞ്ജിത്തിനെ കാട്ടാക്കട എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് വിവരങ്ങൾ. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങളും പോലീസിന് ലഭ്യമാവുകയുള്ളൂ. അതേസമയം 8 വർഷം മുമ്പ് മായാമുരളിയുടെ ആദ്യ ഭർത്താവ് ഒരു അപകടത്തിൽ മരണപ്പെട്ടിരുന്നു. പിന്നാലെ 1 വർഷം മുമ്പ് കുടപ്പനക്കുന്ന് സ്വദേശി രഞ്ജിത്തുമായി ഒരുമിച്ച് താമസം തുടങ്ങി. കാട്ടാക്കട മുതിയാവിളയിൽ വാടക വീട്ടിലായിരുന്നു ഇരുവരുടെയും താമസം. ഇതിനിടെയാണ് ഇക്കഴിഞ്ഞ മെയ് 9-ാം തീയതി രാവിലെ 10 മണിയോടെ യുവതിയുടെ മൃതദേഹം വീടിനോട് ചേർന്ന് റബ്ബർ തോട്ടത്തിൽ നിന്ന് കണ്ടെത്തിയത്. കണ്ണിലും നെഞ്ചിലും അടക്കം പരിക്കേറ്റ നിലയിലായിരുന്നു മൃതദേഹം. യുവതിയുടേത് കൊലപാതകമെന്ന് തന്നെയാണ് ബന്ധുക്കൾ ഉറപ്പിച്ചു പറയുന്നത്. സംഭവത്തിന് പിന്നാലെ കൂടെ താമസിച്ച രഞ്ജിത്തിനെ കാണാതാവുകയും ചെയ്തു. അതായത് മായയും രഞ്ജിത്തും തമ്മിൽ നിരന്തരം വീട്ടിൽ വഴക്കും ബഹളവും കേട്ടിരുന്നതായിട്ടാണ് നാട്ടുകാർ പോലീസിന് മൊഴി നൽകിയത്. അത് മാത്രമല്ല ഇയാൾക്ക് നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നാണ് വിവരങ്ങൾ. പണവും സ്വത്തും കൈക്കലാക്കാൻ ഇയാൾ സ്നേഹം നടിച്ച് മായയുടെ കൂടെ കൂടിയതാണെന്നും ബന്ധുക്കൾ പറയുന്നു. മായ ഇയാൾ കൊലപ്പെടുത്തുന്നതിന് 1 മാസം മുൻപ് 5 ലക്ഷം രൂപ മായയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നുവെന്നും മായ കഷ്ടപ്പെട്ട് ജോലിക്ക് പോയി സമ്പാദിച്ച 10 പവൻ ഉൾപ്പെടെ നഷ്ടപ്പെട്ടു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഇത് രഞ്ജിത്ത് കൈക്കലാക്കിയിരിക്കാമെന്നാണ് വിവരങ്ങൾ. കൂടാതെ മായയുടെ ആദ്യ വിവാഹത്തിലെ 2 മക്കളെയും മായയും പൊന്നുപോലെ നോക്കാമെന്ന് പറഞ്ഞാണ് രഞ്ജിത്ത് ഇവരെ കൂട്ടിക്കൊണ്ടുപോയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മായ മക്കളുമായി രഞ്ജിത്തിനൊപ്പം താമസിക്കാൻ കാട്ടാക്കടയുള്ള വാടക വീട്ടിൽ എത്തുകയായിരുന്നു. എന്നാൽ ഇയാൾ മായയുടെ മക്കളെയും ഉപദ്രവിച്ചതായിട്ടുള്ള വിവരങ്ങളാണ് പിന്നീട് പുറത്തു വന്നത്. തുടർന്ന് മായയുടെ കയ്യിലെ കാശ് കൈക്കലാക്കാൻ ഇയാൾ ശ്രമം നടത്തി. രഞ്ജിത്തിന്റെ അമിത മദ്യപാനവും സ്ത്രീ വിഷയവും തന്നെയാണ് ഇരുവർക്കിടയിലെ പിണക്കത്തിന് കാരണമായതെന്നും ബന്ധുക്കൾ പറയുന്നു. നിരവധി സ്ത്രീകളുമായി രഞ്ജിത്തിന് ബന്ധമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ഇതിനു മുൻപ് വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീയുമായി ബന്ധം സ്ഥാപിക്കുകയും അതെല്ലാം ഒളിച്ചു വെച്ചാണ് മായയുമായുള്ള ജീവിതം എന്നും ബന്ധുക്കൾ പറയുന്നു. ഇയാൾ മായയെ ചതിച്ച് കെണിയിലാക്കുകയായിരുന്നു എന്നാണ് ബന്ധുക്കൾ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.